കേരളത്തിൽ വരുന്ന 5 വർഷക്കാലത്തെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് കൊണ്ടുപിടിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ, മണിക്കൂറുകളായിട്ടും ചർച്ചകൾ എങ്ങും എത്തുന്നില്ല. എന്നാൽ മറുഭാഗത്ത് തെരുവിലിറങ്ങി തെമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ വിപ്ലവം സൃഷ്ടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. KCയും RCയും VDയും തെല്ലിട അയഞ്ഞുകൊടുക്കാതെ മുഖ്യമന്ത്രി സ്ഥാനമില്ല എങ്കിൽ ഒന്നും വേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്ത വലിയൊരു കൂട്ടം ജനങ്ങളെക്കാളും കോൺഗ്രസ് പ്രവർത്തകരെക്കാളും ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നത് ഹൈക്കമാൻഡാണ്. വാസ്തവത്തിൽ ഹൈക്കമാൻഡിന്റെ മുൻപിൽ ഇപ്പോൾ പ്രശ്നം പരിഹരിക്കുവാൻ ഫലപ്രദമായിട്ടുള്ള ഫോർമുലകൾ ഒന്നുമില്ല എന്നുള്ളതാണ് പച്ചപരമാർത്ഥം. ഈ ഒരു പ്രശ്നം കേരളത്തിലെ പാർട്ടിയിൽ ആദ്യമായിട്ടല്ല ഉടലെടുക്കുന്നത്. ഇങ്ങനെ പരസ്യമായി പ്രവർത്തകർ തെരുവിലിറങ്ങി അക്രമം കാണിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ഇതിനു മുൻപും ഭരണം കിട്ടിയ സമയത്തൊക്കെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെ ചൊല്ലി തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ആ പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ സൊല്യൂഷനുകൾ ഉണ്ടാക്കുവാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞു എന്നുള്ളതിന്റെ കാരണം ഒന്നുകിൽ കോൺഗ്രസിന് കേന്ദ്രത്തിൽ ഭരണമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും കാര്യമായി സാധ്യതകളുണ്ടായിരുന്നു. അയയാതെ നിൽക്കുന്ന പല പ്രമുഖരെയും കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായ ചുമതലകൾ ഇതൊക്കെ കൊടുത്ത് അനുനയിപ്പിക്കുവാനുള്ള ഓപ്ഷൻസ് ധാരാളമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സത്യത്തിൽ ഹൈക്കമാൻഡ് വയലാർ പാടിയതുപോലെ ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പകരം തത്തുല്യമായത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ തത്തുല്യമായതൊന്നും കൊടുക്കുവാൻ ഹൈക്കമാൻഡിന്റെ കയ്യിലും ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തൽക്കാലം കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരു സാധ്യത മുൻപിൽ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് 3 നേതാക്കന്മാരും പിടിച്ച പിടിയിൽ തന്നെ നിൽക്കുന്നത്. പൊതുജനവും പ്രവർത്തകരും VD സതീശന്റെ കൂടെ നിൽക്കുമ്പോൾ സാധാരണ പ്രവർത്തകന്റെ വികാരവും വോട്ട് ചെയ്ത ജനത്തിന്റെ പ്രതികരണവും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് മുൻപോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോയാൽ ഭാവിയിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അത് വലുതായിരിക്കും. ഒരു പക്ഷേ പിന്നീട് ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത രീതിയിൽ പാർട്ടിയുടെ സാധ്യതകൾ കേരളത്തിൽ ഇല്ലാതെയാകും. കാരണം സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും പൊതുജനങ്ങളും ഒരിക്കലും ഇതൊന്നും മറക്കില്ല. അവർ കൃത്യമായ അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. അത് അടുത്ത തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ അവർ സമ്പൂർണ്ണമായി ബഹിഷ്കരിക്കും. ഇപ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന പല പ്രമുഖന്മാർക്കും നേട്ടമുണ്ടാകണം എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മുൻപോട്ടുള്ള നീക്കം ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാകുമ്പോൾ അടുത്ത ഓപ്ഷൻ അവരുടെ മുൻപിലുള്ളത് BJP ആണ്. അങ്ങനെ നേതാക്കന്മാർക്ക് ഒരു ഉളുപ്പുമില്ലാതെ BJPയിലേക്ക് ചേക്കേറാമെങ്കിൽ ഒരു സാധാരണ കോൺഗ്രസ്സുകാരന് എന്തുകൊണ്ടായിക്കൂടാ? അതുകൊണ്ട് തന്നെ വരുവാൻ പോകുന്ന കാലം കേരളത്തിൽ BJPയുടെ ചാകരക്കാലമാണ്. അതിനാലാണ് BJPക്കാരും ആഗ്രഹിക്കുന്നത് VD സതീശൻ ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരരുത്, രമേശ് ചെന്നിത്തലയും ആ സ്ഥാനത്തേക്ക് എത്തരുത്, പകരം KC വേണുഗോപാൽ തന്നെ വരണം. കാരണം കോൺഗ്രസ് വിമുക്ത കേരളം എന്ന ആ ഒരു ചിന്താഗതി അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ KC വേണുഗോപാൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയായേ മതിയാവുകയുള്ളൂ. എന്തായാലും അവർ ആഗ്രഹിച്ച വഴിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി തുടങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത്. വിജയിച്ചു കയറിയ MLA-മാരുടെയും ഘടകകക്ഷികളുടെയും പിന്തുണ ഇപ്പോൾ KCക്ക് തന്നെയാണ്. ഭൂരിപക്ഷം വരുന്ന MLA-മാരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായത്തെ മുഖവിലക്കെടുക്കാതെ ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയില്ല. ഇതിനിടയിൽ തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങൾ ഘടകകക്ഷികൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനെ അവർ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോഴും പൊതുജനത്തെ പിണക്കാതിരിക്കുവാൻ പൊതുജനത്തിന്റെ വികാരം കൂടി കോൺഗ്രസ് പരിഗണിക്കണം എന്നും അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം KC ആയാലും VD ആയാലും RC ആയാലും അവർക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. എങ്കിലും ഇതിനിടയിൽ PJ ജോസഫ് വളരെ കൃത്യമായി തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്നും ഒരാൾ മുഖ്യമന്ത്രിയാവട്ടെ, അതാണ് നല്ലത് എന്ന്. കേരളത്തിലെ ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ KC വേണുഗോപാൽ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ KCയെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വളരെ കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞ് ഓരോ സ്ഥലങ്ങളിലും ഏതൊക്കെ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ പദ്ധതികൾ പ്ലാൻ ചെയ്ത് മുൻപോട്ട് കൊണ്ടുവരികയും അത് ആവിഷ്കരിക്കുകയും ചെയ്തത് KC വേണുഗോപാലാണ്. VD സതീശൻ പട നയിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ 63 MLA-മാരിൽ 47 പേരുടെ പിന്തുണ ഇപ്പോൾ KCക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു അത്ഭുതകരമായ പിന്തുണയാണ്. സമാന സാഹചര്യങ്ങളിൽ ഉമ്മൻചാണ്ടിക്ക് പോലും ഇത്രയധികം പിന്തുണ ഇതിനു മുൻപ് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതിന്റെ കാരണം ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെല്ലാം KCയോട് അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിക്കുവാൻ വേണ്ടി കോൺഗ്രസിനുള്ളിൽ തള്ളിക്കയറുന്നവരുടെ ലിസ്റ്റ് അത് പ്രവചനാതീതമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിലൊന്നും ഇത്രയും ആൾക്കാരെ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചത് KCയാണ്. അതുകൊണ്ട് KCയോട് അവർക്ക് ഉപകാരസ്മരണ കാണിച്ചേ മതിയാവുകയുള്ളൂ. മാത്രവുമല്ല, സാധാരണ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കോൺഗ്രസിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും സീറ്റ് തർക്കങ്ങളും വിമതശല്യങ്ങളും എല്ലാം സർവ്വസാധാരണമായിരുന്നു. എന്നാൽ ഇക്കുറി അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാതെ വളരെ വ്യക്തതയോടെ ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുവാൻ കോൺഗ്രസിനെ പ്രാപ്തനാക്കിയ നേതാവ് KC വേണുഗോപാൽ തന്നെയാണ്.
അതുകൂടാതെ കഴിഞ്ഞ നാളുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് ഗോധായിൽ പലപ്പോഴും പല സ്ഥാനാർത്ഥികളും ഉയർത്തിക്കാട്ടിയതും പ്രത്യേകിച്ച് മത്സരിച്ചു പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ പല ആൾക്കാരും പറയുന്നതുമായ ഒരു കംപ്ലൈന്റ് ആയിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭിച്ചിരുന്നില്ല. പണം കണ്ടെത്തുവാൻ വേണ്ടി അവർ നെട്ടോട്ടം ഓടുകയായിരുന്നു. ഇത്തവണ ഒരൊറ്റ ആൾ പോലും അങ്ങനെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഓരോ ആൾക്കാർക്കും ആവശ്യമുള്ള ഫണ്ട് കൃത്യമായി ആ മണ്ഡലങ്ങളിൽ എത്തിച്ചു കൊടുത്തതും KC തന്നെയാണ്. ഫണ്ടിന്റെ അപര്യാപ്തത ഈ തെരഞ്ഞെടുപ്പിലെ വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നുവെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു സ്ഥാനാർത്ഥിയും എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഈ വിജയകരമായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജയിച്ചു കയറിയ MLA-മാർ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുവാൻ പരസ്യമായി മുൻപോട്ട് വന്നിരിക്കുന്നു. പക്ഷേ സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇതിനൊരു മറുവശമുണ്ട്. അതാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരള നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ കുപ്പായം തയ്പ്പിച്ച് റെഡിയായി ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം MP-മാരെ നോക്കിക്കൊണ്ട് ഒരൊറ്റ MP-മാർ പോലും മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുത്തത് ഹൈക്കമാൻഡാണ്. അന്ന് K. സുധാകരൻ ഉൾപ്പെടെയുള്ളവരുണ്ടാക്കിയ പുകില് നമ്മളാരും മറന്നിട്ടില്ല. അങ്ങനെ MP-മാർ മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ച ഹൈക്കമാൻഡ് ഇപ്പോൾ KC വേണുഗോപാലിനു വേണ്ടി പച്ചക്കൊടി കാണിക്കുന്നു എന്ന് പറയുന്നതിന്റെ പിൻപിലുള്ള അധാർമികത അത് എത്ര വലുതാണ്. KC വേണുഗോപാൽ MP ആണ്. മാത്രവുമല്ല AICCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു MP സ്ഥാനം വഹിക്കുന്ന വ്യക്തി അത് വിട്ടുകളഞ്ഞിട്ട് കേരളത്തിൽ മത്സരിക്കുവാൻ ഇറങ്ങുന്നു എന്നുള്ളത് ഒരു കാരണവശാലും സാധൂകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. കാരണം ഇത് പാർട്ടിയെ തന്നെ സാരമായി ബാധിക്കുകയും ദീർഘകാലം വേട്ടയാടുകയും ചെയ്യുവാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ്. ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഹൈക്കമാൻഡിന് മറുപടി പറയുവാൻ ഒരുപക്ഷെ പറ്റുമോ എന്ന് തോന്നുന്നില്ല. എങ്കിലും കാര്യങ്ങൾ KCക്ക് അനുകൂലമായി തന്നെയാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിലപാടുകളിൽ ഒരയവുമില്ല എന്ന് പറയുമ്പോഴും VD സതീശൻ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം, നിങ്ങൾ പറവൂരിൽ മത്സരിച്ചോളൂ. 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ജനവിധി തേടി KC MLA ആയി വരണം. എങ്കിൽ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. ഇരിക്കൂറിൽ താൻ മത്സരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുവാൻ കഴിയുന്നത്. എന്നാൽ VD സതീശൻ മുന്നമേ കൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇരിക്കൂറിൽ മത്സരിക്കേണ്ട, പറവൂർ ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ്. ചെന്നിത്തല പറയുന്നു, ഞാൻ സീനിയറാണ്, എനിക്കാണ് ആ സ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത്. ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അത് ലഭിക്കില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ കാലം ഏകദേശം കഴിഞ്ഞു എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയേക്കാൾ വ്യക്തമായി അറിയാവുന്ന മറ്റാരുമുണ്ടോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് ചാൻസ് ആണ് തനിക്കും പാർട്ടിക്കും കേരളത്തിൽ. അതുകൊണ്ട് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേ പറ്റൂ എന്നുള്ള പിടിവാശിയിലാണ് രമേശ് ചെന്നിത്തല നിൽക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ ഇന്ന് തന്നെ അവസാനിപ്പിക്കും, ഇന്ന് തന്നെ ഒരു തീരുമാനം പ്രഖ്യാപിക്കും എന്ന് ഹൈക്കമാൻഡ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുവാൻ പോകുന്നു എന്നുള്ള വാർത്തയായിരിക്കും കേരളത്തിലുള്ള സകല ആൾക്കാരും കേൾക്കുവാൻ പോകുന്നത്. ആ വാർത്തയോട് കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ നാം നോക്കിക്കാണേണ്ട കാര്യം. അപ്പോൾ തന്നെ കേരളത്തിൽ VD സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് KC വേണുഗോപാലിനെതിരായി വലിയ പ്രകടനം നടത്തുകയും ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുകയും ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെയുള്ള ഫ്ലെക്സുകൾ വലിച്ചു കീറി തെരുവിലെറിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരുടെ പ്രതിഷേധമെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് KC കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നത്. അയാൾ പലതും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതും കാത്തിരുന്ന് കാണാം.